ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപ് വരുന്ന സമയമാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദിവസവും ഒരേ സമയത്തായിരിക്കില്ല സൂര്യോദയം. അപ്പോൾ ആ സൂര്യോദയത്തിൻ്റെ സമയത്തിനനുസരിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആദ്യം തന്നെ നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ കത്തിക്കുന്ന ഒരാൾ മാത്രം ആ ഒരു സമയത്ത് എഴുന്നേറ്റാലും മതിയാകും. വീട്ടിലുള്ള എല്ലാവരും എഴുന്നേൽക്കണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പൂജാമുറിയിൽ മാത്രമല്ല നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഹാളിൽ വേണമെങ്കിൽ ഹാളിലും കത്തിക്കാം. പക്ഷേ ഒരു കാരണവശാലും ബെഡ്റൂമിൽ കത്തിക്കാൻ പാടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം, കുളിച്ച് ശുദ്ധിയായ ശേഷം മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ. 21 ദിവസം തുടർച്ചയായിട്ട് കത്തിക്കുന്ന സമയത്ത് മിഡിലിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, കുളിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൈകാൽ മുഖം കഴുകിയ ശേഷവും കത്തിക്കാവുന്നതാണ്. എന്തു തന്നെ ആയാലും ശരീരശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.